ഗുരുതരമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് ശ്രീചന്ദ്. കുട്ടിക്കലാശത്തിന്റെ ദിവസമാണെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ചിലക്കെങ്കിലും ഉണ്ടാക്കുന്ന വിധമാണ് ഇന്ന് വൈക്കത്തുണ്ടായ സംഭവം. തീർച്ചയായും അത് പ്രാദേശിക തലത്തിൽ ദീർഘനാളായി നീണ്ടു നിന്നിരുന്ന ഒരു പ്രശ്നമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസം ഇങ്ങനെ പരസ്യമായി ആരോപണം ഉന്നയിച്ച ഒരു ആത്മഹത്യ നടക്കുമ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. അത് രാഷ്ട്രീയ ആയുധമായി ഉയർന്നും വരും. വൈക്കത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കർഷകനും ഫാം ഉടമയുമായ തലയാഴം സ്വദേശി മക്കൻ ചെല്ലനാണ് തൂങ്ങി മരിച്ചത്. ചെല്ലപ്പൻ CPI അനുഭാവിയായ മക്കൻ ചെല്ലപ്പൻ കഴിഞ്ഞ കുറച്ച് നാളുകൾ പാർട്ടിയുമായി വലിയ പ്രശ്നത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഒരു സങ്കടകരമായ സംഭവത്തിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ പേര് ചെല്ലപ്പൻ എന്നാണ്, മക്കൻ എന്നാണ് അദ്ദേഹം ഈ നാട്ടിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. അതിനും മുൻപായി അദ്ദേഹം UDFന് വേണ്ടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് നേരത്തെ തന്നെ ചെല്ലപ്പൻ പറഞ്ഞിരുന്നുവെന്നും BJP ആരോപിക്കുന്നുണ്ട്. വിവിധ പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃഷി ഇവിടുത്തെ CPIക്കാരായിട്ടുള്ള കുറച്ച് നേതാക്കന്മാർ അത് വെട്ടിമുറിച്ച് ദൂരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കുറേ ആളുകളെക്കുറിച്ച് ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം NDAയുടെ ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ട് എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം ഈ ഇലക്ഷൻ വരെയും ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. എന്നെ CPIക്കാർ വധിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത് ഇത് സമഗ്രമായ ഒരു അന്വേഷണം ഈ മരണവുമായി ബന്ധപ്പെട്ട് വേണം. ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ ആരോപണം. നേരത്തെ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ്. പക്ഷേ ആരോപണം രാഷ്ട്രീയ പ്രേരിതം എന്നതാണ് CPIയുടെ നിലപാട്. പാർട്ടിയെ സംബന്ധിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നത്. പ്രാദേശികമായിട്ടുണ്ടായ ചില വിഷയങ്ങൾ അത് പെരുപ്പിച്ച് CPI അതിന് കാരണമാണ് എന്നുള്ള രീതിയിൽ കുറേ പോസ്റ്റുകൾ പുള്ളി ഇട്ടിരുന്നു. അത് പുള്ളി വ്യക്തിപരമായിട്ട് ആദ്യമാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസ്സിൽ ചേരുകയും കോൺഗ്രസ് അതിൻ്റെ ഒരു വലിയ പ്രചാരകരായിട്ട് മാറിയും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ ഈ പാർട്ടി ഓഫീസിൽ കണ്ടെത്തിയത്. അതിനു മുൻപ് ഇന്നലെ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ പാർട്ടിയുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ CPIക്കാർ എന്നെ ദാരുണമായി ഇല്ലാതാക്കാൻ പല ഘട്ടങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി ശ്രീ പ്രസാദിനെ കാണുന്നതിന് വേണ്ടി പല പ്രാവശ്യം വികലാംഗനായ ഞാൻ 1 രൂപയ്ക്ക് എത്ര ലക്ഷം തൈ വേണേലും ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ എത്തിയിരുന്നത്. ഒരിക്കൽ പോലും അതിന് പച്ചക്കൊടി അവർ കാണിച്ചിരുന്നില്ല. അവനെ ഇല്ലാതാക്കാൻ നടത്തുന്ന CPIയുടെ ഈ കൊടും വഞ്ചന നിങ്ങൾ തിരിച്ചറിയണം. രാജ്യത്തിന് പുരോഗതിയല്ല ആവശ്യം, അവർക്ക് വേണ്ടത് കമ്മീഷനാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. പോലീസുമായിട്ടൊക്കെ പ്രവർത്തകരുടെ തർക്കങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഷിനോജ് ST വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഇവിടുന്ന് മൃതദേഹം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് നടപടികൾ അതൊക്കെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? എന്തെങ്കിലും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടോ അവിടെ? ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായതാണ് ഏറ്റവും സ്വാഭാവികമായ കാര്യം. എന്തായാലും വലിയ ആരോപണമാണ് ഈ മരണപ്പെട്ട ശേഷം CPI നേതൃത്വം അവരെ ഉയർത്തുന്നത്. അത് പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള CPI നേതൃത്വം അതിരൂക്ഷമായ വിമർശനം തന്നെ ആരോപണമൊക്കെ തന്നെ ഉയർത്തിയതിനു ശേഷം നമുക്ക് ഷിനോജിലേക്ക് മടങ്ങിയെത്താം. ആ ശബ്ദം വ്യക്തമല്ല. ഈ സംഭവം ഇങ്ങനെയാണ് ദിവേഷ് നടക്കുന്നത്. ഇദ്ദേഹം അവിടെ ഒരു കർഷകനാണ്, വെറും ഒരു കർഷകനല്ല. ഈ ഹൈടെക് കൃഷി രീതികളിലൊക്കെ വലിയ രീതിയിൽ പരിശീലനം നേടിയിട്ടുള്ള, പരീക്ഷണങ്ങൾ നടത്തുന്ന, സ്വന്തമായി ഒരു പരീക്ഷണശാലയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഈ 90കൾ തൊട്ട് തന്നെ അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഒരു 10-20 വർഷമായി അത് CPIയുമായി പ്രാദേശിക തലത്തിൽ വലിയ തർക്കമാണ്. അദ്ദേഹം ഒരു CPI അനുഭാവിയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അപകടത്തിലാക്കാൻ പാർട്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ
എത്താൻ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പല രീതിയിൽ അദ്ദേഹം തന്റെ സേവനം ഈ നാടിന് വേണ്ടി തരാമെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം കൃഷിമന്ത്രി പ്രസാദിനെ കാണാൻ ശ്രമിച്ചു, പലതവണ ശ്രമിച്ചു, പക്ഷെ അതിന് അനുവദിക്കുന്നില്ല. അത് പ്രാദേശിക തലത്തിൽ നിന്നുള്ള എതിർപ്പ് മൂലമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയാത്തത്. അങ്ങനെ CPIക്കെതിരെ ഏറ്റവും താഴെ തട്ട് തൊട്ട് കൃഷിമന്ത്രിയുടെ അടുത്ത് തനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ഒരു നിര ആരോപണങ്ങളുണ്ട്. ഷിനോജ് തുടരുന്നുണ്ട്. ഷിനോജ്, ഈ വീഡിയോയിൽ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ അവിടെ മാറുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസമാണ്, പ്രചാരണത്തിന് അവസാന ദിവസമാണ്. എങ്ങനെയാണ് ഇത് ഇപ്പോൾ UDFും BJPയും ഒക്കെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കൂടി മാറ്റുന്നത് എങ്ങനെയാണ്? ശ്രീജ, ഈ സംഭവം ഇറങ്ങിയ സമയത്ത് മുതൽ തന്നെ പ്രാദേശിക തലത്തിലുള്ള CPMന്റെയും CPIയുടെ ഒക്കെ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിലേക്ക് എത്തിയത്. അവർ എത്തിയ സമയത്ത് തന്നെ ഈ ഡെഡ് ബോഡി ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി, ആശുപത്രിയിലേക്ക് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തി. പക്ഷേ സ്ഥലത്ത് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ നേരിട്ടെത്തി RDO സ്ഥലത്തെത്താതെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കാതെ RDO സ്ഥലത്തെത്താതെ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല എന്നൊരു നിലപാട് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ എടുത്തു. എന്തായാലും ഈ RDO സ്ഥലത്തെത്താതെ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലപാട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ RDO സ്ഥലത്തേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രം അതിന് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തന്നെ പോകുക. എന്തായാലും ഈ ചെല്ലപ്പൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പലതുണ്ട്. പ്രത്യേകിച്ച് ഈ തലയാഴം എന്ന് പറയുന്നത്, ഐക്യം എന്ന് പറയുന്നത്, പ്രിയെന്ന് പോലെ തന്നെ CPIയുടെ തന്നെ വലിയ ഒരു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് CPIക്ക് വളരെ വളർത്തുള്ള മണ്ഡലം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായി അവിടെ വലിയ രീതിയിൽ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പല ആളുകൾ CPIയുടെ പല പ്രവർത്തകരൊക്കെ തന്നെ BJPയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ തന്നെ കൂറുമാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വലിയ രീതിയിൽ വിഭാഗീയ പ്രശ്നം, പ്രത്യേകിച്ച് തന്റെ കൃഷി, ഈ പറയുന്ന ചെല്ലപ്പൻ എന്ന് പറയുന്നത് വികലാംഗനാണ്, ഒപ്പം കർഷകനാണ്. തലയാഴത്ത് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട നേഴ്സറിയൊക്കെ തരം നടത്തുന്ന ആളാണ് ചെല്ലപ്പൻ എന്ന് പറയുന്നത്. ഈ കൃഷിയുടെ കാര്യങ്ങൾ, കൃഷി വകുപ്പിന്റെ കീഴിൽ 3 രൂപയ്ക്ക് കർഷകർക്ക് ചെടി നൽകും, തൈ നൽകുന്ന പരിപാടിയുണ്ട്. എന്നാൽ ഇത് 3 രൂപ. ശരി ഷിനോജ്, എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം തയ്യാറാക്കിയ വീഡിയോയിൽ അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസമാകുമ്പോൾ തന്നെ എതിർ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും അവർ ആ രീതിയിൽ അത് ഉന്നയിക്കുകയും ചെയ്യും. എന്തായാലും ഇത്രയും കാലം അവിടെ ജീവിച്ച ഒരു മനുഷ്യൻ, കർഷകനായി മരിച്ച അദ്ദേഹം പറഞ്ഞ കാര്യം 1 രൂപയ്ക്ക് തൈ നൽകാമെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് അതല്ല വേണ്ടത്, അവർക്ക് കമ്മീഷനാണ് വേണ്ടത് എന്നാണ്. നമ്മളിപ്പോൾ ഈ കൃഷിമന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ, അദ്ദേഹം കൃഷിരംഗത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സേവനവുമായി മുന്നോട്ട് വന്ന കർഷകൻ അവഗണിക്കപ്പെട്ടു എന്നതൊക്കെ അല്ല, ഏറെ പ്രശ്നമാണ്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും അതിന് ഗൗരവ സ്വഭാവം കൊടുക്കുന്നത് UDFന് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. UDFന് അദ്ദേഹം CPI അനുകൂലിയാണെങ്കിൽ പോലും UDFന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ഈ നേരത്തെ കേൾക്കുകയുണ്ടായി, അദ്ദേഹം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചെന്നിരുന്നു. അതിനൊക്കെ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയതെന്ന് പറയുന്നു. അതിന് പിറ്റേ ദിവസം അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്.